ഈ പയ്യനാണെങ്കിൽ ഒരു വലിയ കൊക്കയുടെ എഡ്ജിൻ്റെ സൈഡിൽ നിന്ന് തിരിഞ്ഞ് നടക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും കാല് സ്ലിപ്പായിട്ട് അതിലോട്ട് വീഴാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവൻ ഒരു സ്ഥലത്ത് പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇവൻ്റെ ഫ്രണ്ട് അപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ്. ഇങ്ങനെ വീഴുന്നത് കണ്ടിട്ട് അവൻ പേടിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് ബലമായിട്ട് പിടിച്ച് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പയ്യനാണെങ്കിൽ ചാടി അപ്പുറത്തോട്ട് സൈഡിലെത്തുന്നുണ്ട്. എന്നിട്ട് അവന് കൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവൻ്റെ കൈ അവനെത്തുന്നില്ലായിരുന്നു പിടിക്കാൻ വേണ്ടിയിട്ട്. അവസാനം അവൻ്റെ ഇടുപ്പിൽ കിടന്ന ബെൽറ്റ് എടുത്തിട്ട് അവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ബെൽറ്റ് പിടിച്ചവൻ കയറാൻ വേണ്ടി ശ്രമിക്കപ്പോഴത്തേക്കും ഇവൻ്റെ കാതിൽ വല്ലാത്തൊരു പെയിൻ ഉണ്ടാവുകയാണ്. വലിയ രീതിയിൽ റിങ്ങിങ് സൗണ്ടും ഒക്കെ ഉണ്ടാവുകയാണ്. ആ പെയിനൊക്കെ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇവനെ മുകളിലോട്ട് കൊണ്ടുവരികയാണ്. ഈ പെയിൻ അവന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഇവൻ അത് പിടിച്ച് വലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവൻ താഴെ പോകുമെന്നുള്ളത് അവൻ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ആ പെയിനൊക്കെ സഹിച്ച് ആ ബെൽറ്റ് വലിച്ച് പൊക്കി ഇവനെ മുകളിലോട്ട് എത്തിക്കുന്നുണ്ട്. മുകളിലോട്ട് എത്തിയതിന് ശേഷം ഇവന് വേദന സഹിക്കാൻ പറ്റാതെ ഇയറിങ്ങിൻ്റെ സൗണ്ട് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അവൻ അങ്ങനെ കാത് പൊത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവന് ആദ്യം മുകളിൽ കയറിയിട്ട് ഒന്ന് അവൻ ടെൻഷനൊക്കെ മാറി റിലീഫായതിനു ശേഷം ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ഒക്കെ. എന്നെ പിടിച്ച് മുകളിൽ കയറ്റാൻ എത്ര താമസം എടുത്തത് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ്റെ കാതിൽ റിങ്ങിങ് സൗണ്ട് കേൾക്കുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ഇതൊന്നും മറുപടി പറയുന്നില്ല. കാരണം ഇവന് കാതിലിങ്ങനെ ഒരു അസുഖമുള്ള കാര്യം ആരും അറിയുന്നത് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നില്ല. എന്നിട്ട് പറയണേ എൻ്റെ കാതിന് വേറെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല, നിൻ്റെ ശബ്ദമാണ് എനിക്ക് അരോചകമായി തോന്നുന്നത് എന്നൊക്കെ ഇവൻ്റെ അടുത്ത് പറയാണ്. ഇവൻ ഇങ്ങനെ പറയപ്പോഴാണ് ആ പയ്യന് ഒരു റിലീഫാവുന്നത്. അവന് വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ കാതിലുള്ള റിങ്ങിങ് സൗണ്ടൊക്കെ മാറി ഇവൻ്റെ പെയിനൊക്കെ മാറി ഓക്കെ ആവുന്നുണ്ട്. ഇപ്പോൾ ഇവൻ ചോദിച്ചപ്പോൾ ഇവന് കുഴപ്പമൊന്നുമില്ല, നിൻ്റെ ശബ്ദം മാത്രമേ എനിക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.